വിവിധ വാഹന നിർമ്മാതാക്കളെയും വാഹന പ്രേമികളെയും അമ്പരപ്പിക്കുന്ന തരത്തിലാണ് ഇന്ന് കേരളത്തിലെ വൈദ്യുതി വാഹനങ്ങളുടെ വർധനവ്. രാജ്യത്തെ ആകെ പാസഞ്ചർ വാഹന വിൽപ്പനയുടെ ഏകദേശം 4% മാത്രമേ കേരളത്തിലുള്ളെങ്കിലും ഇലക്ട്രിക് കാറുകളുടെ കാര്യത്തിൽ കേരളം 2ാം സ്ഥാനത്താണ്. മഹാരാഷ്ട്രയാണ് 1ാമത്. ഉയർന്ന ഉപഭോക്തൃ അവബോധം, കുറഞ്ഞ പ്രവർത്തന ചെലവ്, മെച്ചപ്പെട്ട ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ ഘടകങ്ങളാണ് കേരളത്തിൽ ഇവികളുടെ ഡിമാൻഡ് ഉയർത്തുന്നത്. കർണാടക, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഇവികൾ കുതിക്കുകയാണ്. കേരളത്തിലെ ഈ ഡിമാൻഡ് ട്രെൻഡ് ടാറ്റ മോട്ടോഴ്സ്, MG മോട്ടോർ ഇന്ത്യ തുടങ്ങിയ വാഹന നിർമ്മാതാക്കൾക്ക് ചാകരയാണ്. പോക്കറ്റ് കീറാതെ കൊണ്ടു നടക്കാം എന്നത് തന്നെയാണ് ഇവികളെ ഇത്രയേറെ ജനപ്രിയമാക്കുന്നത്. ഒരു ഇലക്ട്രിക് വാഹനം പ്രതിമാസം 1000 കിലോമീറ്റർ ഓടിക്കാൻ ഏകദേശം 1000 രൂപ മാത്രമേ നമുക്ക് ചിലവ് വരൂ. അതായത് കിലോമീറ്ററിന് 1 രൂപ. എന്നാൽ ഒരു IC എഞ്ചിൻ വാഹനമാണെങ്കിൽ കിലോമീറ്ററിന് 8 രൂപയാണ് പ്രതീക്ഷിക്കുന്ന ചിലവ്. അതായത് 1000 കിലോമീറ്റർ ഓടാൻ നമുക്ക് 8000 രൂപ ചിലവ് വരും. കൂടാതെ സർവീസിനും മറ്റും പിന്നെയും പൈസ കണ്ടെത്തണം. സാങ്കേതിക വിദ്യയും അതിൻ്റെ കൃത്യമായ ഉപയോഗത്തെക്കുറിച്ചുള്ള അവബോധവുമാണ് ഇവികളെ ഇത്രയധികം ജനപ്രിയമാക്കിയത്. അതുകൊണ്ട് തന്നെ റേഞ്ച് ആങ്സൈറ്റി എന്നൊരു പ്രധാന വെല്ലുവിളി ഒരു പരിധിവരെ നമുക്കിടയിൽ ഇല്ലാതാക്കുന്നുമുണ്ട്. കഴിഞ്ഞ 1.5 വർഷത്തിൻ്റെ ബജറ്റ് ഇവികളായ ടാറ്റ ടിയാഗോ .EV, MG കോമറ്റ് തുടങ്ങിയവയുടെ വിൽപ്പനയിൽ മഹാരാഷ്ട്രയെ പിന്നിലാക്കി കേരളം മുൻനിരയിലെത്തിയിട്ടുണ്ട്. വാഹനങ്ങൾ വാങ്ങുന്ന കാര്യത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഉപഭോക്താക്കൾ കൂടുതൽ യുക്തിസഹമാണെന്നാണ് വിവിധ കമ്പനികൾ പറയുന്നത്. രാജ്യത്തെ ആകെയുള്ള വാഹന വിൽപ്പനയിൽ ഇലക്ട്രിക് കാറുകളുടെ പങ്ക് കുറവാണെങ്കിലും കൂടുതൽ കമ്മ്യൂണിറ്റി ഫാസ്റ്റ് ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ വരുന്നതോടെ ഇവികളുടെ വളർച്ച വേഗത്തിലാക്കും. മാരുതി സുസുക്കി കൂടി ഇവികൾ ലോഞ്ച് ചെയ്യുന്നതോടെ എന്തായാലും EV രംഗം ഒന്നുകൂടി കൊഴുക്കുമെന്ന് നിസ്സംശയം പറയാം. കേരളം, കർണാടക, ഗുജറാത്ത് എന്നിവയ്ക്ക് പുറമെ രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, തമിഴ്നാട് എന്നിവിടങ്ങളിലും ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പന ഇതിനകം പല മടങ്ങാണ് വർദ്ധിച്ചിട്ടുള്ളത്.